നമ്മൾ ഇന്നിവിടെ പറയുന്നത് എല്ലാ മാസവും സ്ഥിര വരുമാനം മന്ത്ലി നമുക്കൊരു സ്ഥിര വരുമാനം ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ്. പെർ മന്ത് 30,000 സാലറി കിട്ടുന്ന ഒരു കൺസെപ്റ്റാണ്. സ്പ്രിംഗ് വേ എന്നാണ് കമ്പനിയുടെ പേര്. ഷെയർ വിത്ത് അതേഴ്സ് ആൻഡ് ഹാപ്പി മച്ച് മോർ. മറ്റുള്ളവരുമായി പങ്കിടുക, കൂടുതൽ സന്തോഷം നേടുക. ഇതാണ് കമ്പനിയുടെ ക്യാപ്ഷൻ. 2015 ഒരു ഡയറക്റ്റ് സെല്ലിംഗ് മേഖലയിൽ ക്ലീനിങ് പ്രോഡക്റ്റിൻ്റെ യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അവിടെ നിന്ന് 2024 ഓഗസ്റ്റ് ഫസ്റ്റോടുകൂടി കമ്പനി ഒരു ഓൺലൈൻ രംഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ് ചെയ്തത്. കമ്പനിയുടെ മിഷൻ ആൻഡ് വിഷൻ എന്ന് പറയുന്നത് ഏതൊരു വ്യക്തിക്കും ഏറ്റവും കുറഞ്ഞൊരു മുതൽ മുടക്കിൽ ഒരു ബിസിനസ്സിലേക്ക് എൻ്റർ ആവുക, അതുപോലെ തന്നെ ഒരു സ്ഥിര വരുമാനം നേടിക്കൊടുക്കുക എന്നാണ് കമ്പനിയുടെ ലക്ഷ്യം. നമ്മൾ 150 രൂപ മുടക്കി ഒരു ക്ലീനിങ് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ട് ഈ ഒരു ബിസിനസ്സിലേക്ക് മെമ്പറാവാം. അങ്ങനെ മെമ്പറായതിനു ശേഷം നമ്മളൊരു ടീം ഡെവലപ്പ് ചെയ്യുന്നതനുസരിച്ച് നമുക്കൊരു 30,000 രൂപ പെർ മന്ത് എല്ലാ മാസവും ഏൺ ചെയ്യാൻ പറ്റുന്നൊരു പ്രോഗ്രാമാണ്. ആ ഒരു പ്രോഗ്രാമിലേക്ക് കമ്പനി 4 റാങ്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിലൊന്നാമത്തെ റാങ്കാണ് ട്രെയിനർ പോസ്റ്റിംഗ്. ട്രെയിനർ പോസ്റ്റിങ്ങിനായിട്ട് നമ്മൾ ടീം സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഏറ്റവും കുറഞ്ഞൊരു 3 മെമ്പേഴ്സിന് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു ബിസിനസ്സിൻ്റെ ഭാഗമാക്കുക. അതായത് നമ്മുടെ ടീമിലേക്ക് 3 മെമ്പേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ട്രെയിനർ എന്ന് പറയുന്ന പോസ്റ്റിങ്ങിലേക്ക് എത്തി. ഇനി ആ 3 മെമ്പേഴ്സ് ട്രെയിനർ പോസ്റ്റിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ അസിസ്റ്റൻറ്റ് മാനേജരും അതുപോലെ തന്നെ നമ്മുടെ കൂടെ വന്നിട്ടുള്ള, അതായത് നമ്മുടെ ടീം മെമ്പേഴ്സിൽ 3 വ്യക്തികൾ മാനേജർ പോസ്റ്റിങ്ങിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ സോണൽ മാനേജർ പോസ്റ്റിംഗ് ആയിരിക്കും എത്തുന്നത്. അതായത് ഓരോ വ്യക്തികളും നമ്മുടെ ടീമിലെ ഓരോ വ്യക്തികൾക്ക് 3 വ്യക്തികൾക്ക് റാങ്ക് മാറുന്നതനുസരിച്ച് നമ്മുടെ റാങ്ക് മാറിക്കൊണ്ടേക്കും. ഒരു സോണൽ മാനേജർ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെർ മന്ത് 30,000 സാലറി മേടിക്കുന്ന രീതിയിലേക്ക് ആളുടെ മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ കമ്പനിയുടെ ബെനിഫിറ്റും കാര്യങ്ങളും നോക്കാം. ഒന്നാമത്തെ ബെനിഫിറ്റ് ഡെയിലി ഇൻകമാണ്. കമ്പനി നൽകുന്ന പോസ്റ്ററുകളും വീഡിയോകളും നമ്മൾ സ്റ്റാറ്റസ് വയ്ക്കുന്നതിലൂടെ എന്ത് ചെയ്യാം, നമുക്കവിടെ ഡെയിലി ഇൻകം കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഇൻകം റെഫറൽ ഇൻകമാണ്. നമ്മൾ ഈ ഒരു ബിസിനസ്സിൽ നല്ലൊരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ വ്യക്തികളിൽ നിന്നും കമ്പനി നമുക്ക് തരുന്ന ഒരു ചെറിയൊരു പോക്കറ്റ് മണി പോലെയുള്ള ഒരു ചെറിയൊരു ഇൻസെൻറ്റീവാണ് നിലവിൽ റെഫറൽ ഇൻകം. ഇത് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് 40 രൂപ വെച്ചിട്ടാണ് കമ്പനി അവിടെ നമുക്ക് തരുന്നത്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ സോണൽ മാനേജർ പോസ്റ്റിംഗ് എത്തിക്കഴിഞ്ഞാൽ ഒരു വ്യക്തിയിൽ നിന്നും പെർ മന്ത് 80 രൂപ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യും, റെഫറൽ കമ്മീഷനായിട്ട് നമുക്കവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ലെവൽ ഇൻകം 2 മുതൽ 4 വരെയാണ് ലെവൽ ഇൻകം. നമ്മളെ കൂടെ വരുന്ന ഓരോ വ്യക്തികളും അവർക്ക് സ്വന്തമായിട്ട് ഒരു ടീം ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മുടെ കൂടെ വരുന്ന വ്യക്തികൾ 30,000 രൂപ മേടിക്കുക എന്ന ലക്ഷ്യത്തിലാണ് ഈ ഒരു ബിസിനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ആ വ്യക്തികൾ അവർക്കുള്ള സ്വന്തമായിട്ടൊരു ടീമിനെ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് 2, 3, 4 അങ്ങനെ 4 ലെവലുകളായിട്ട് നമുക്ക് ഒരു വ്യക്തിയിൽ നിന്ന് 20 രൂപ വെച്ചിട്ട് എന്ത് ചെയ്യും, നമുക്ക് കമ്മീഷനായിട്ട് ഒരു ഇൻസെൻറ്റീവായിട്ട് ലഭിക്കും. അതുപോലെ സോണൽ മാനേജർ റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാ മാസവും ഓരോ വ്യക്തികളിൽ നിന്ന് 80 രൂപ വെച്ചിട്ട് നമുക്ക് ഇൻസെൻറ്റീവായിട്ടൂടെ കിട്ടും. അത് ഏകദേശം ഒരു 9,600 രൂപയോളം ചെയ്യുന്നുണ്ട്. ഈ പറയുന്ന രീതി നമുക്ക് ഇൻസെൻറ്റീവായി കിട്ടുന്നുണ്ട്. ഇനി കമ്പനിയുടെ തന്നെ ഏറ്റവും വലിയ അട്രാക്റ്റീവ് പാക്കേജുകൾ ഒന്നായിട്ടുള്ള മന്ത്ലി ഇൻകം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ഒരു സ്പ്രിംഗ് വേ എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ ഈ പറയുന്ന 30,000 നേടുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിൽ തന്നെയാണ്. കമ്പനിയുടെ വളരെ ചെറിയ സിമ്പിളായിട്ടുള്ള 2 കണ്ടീഷൻ മാത്രമേ ഉള്ളൂ നമുക്ക് മന്ത്ലി സാലറി കിട്ടാൻ. സോൾ മാനേജർ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം മന്ത്ലി സാലറി കിട്ടാനായിട്ടുള്ള ഒരു ഒറ്റ ക്രൈറ്റീരിയ ഉള്ളൂ. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ടീം മെമ്പേഴ്സിനെ എന്ത് ചെയ്യുക, മിനിമം ഒരു 1,500 വരുമാനത്തിലേക്ക് എത്തിക്കുക. ഇതാണ് നമുക്ക് കമ്പനി ആകെപ്പാട് തരുന്ന ഒരൊറ്റ ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി 1,500 എങ്ങനെ എത്തിക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത്. 1,500ലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഇത്രയേ ഉള്ളൂ. ഒന്നെങ്കിൽ നമ്മുടെ കൂടെ വന്ന ടീം മെമ്പേഴ്സിന് ടീം ഡെവലപ്പ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ടീം ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് 1,500 വളരെ സിമ്പിളായിട്ട് ഏൺ ചെയ്യാൻ പറ്റും. ഇനി അതല്ലെങ്കിൽ എന്ത് ചെയ്യാം, സ്പ്രിംഗ് വേയുടെ 5ഓളം പ്രോജക്റ്റുകൾ സ്പ്രിംഗ് വേ പരിചയപ്പെടുത്തുന്നുണ്ട്. ഈ പ്രോജക്റ്റുകളോട് എന്ത് ചെയ്യാം, നമുക്ക് ഈ പറയുന്ന ഒരു 1,500 ഏൺ ചെയ്യിപ്പിച്ച് കൊടുക്കുക. അതിലൊന്നാമത്തെ പ്രോജക്റ്റ് സ്പ്രിംഗ് വേ ഗാർഡൻ ആണ്. സ്പ്രിംഗ് വേ ഗാർഡൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 മണി ചെടികളുടെ ഒരു ഗാർഡനാണ്. 100 കളറുകളുടെ ഒരു ഗാർഡനാണ് ഇപ്പോൾ ഇത് സ്പ്രിംഗ് വേ സെറ്റ് ചെയ്തേക്കുന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് പൈസ മുടക്കി 10 മണി ചെടി മേടിച്ച് നമ്മുടെ വീട്ടിൽ വെച്ച് വളർത്തിയിട്ട് സ്പ്രിംഗ് വേക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് എന്തോ ചെയ്യാം, നമുക്ക് അവിടെ ഒരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മുടെ നാട്ടിലുള്ള ഷോപ്പിംഗ് മാളുകൾ, ഹോസ്പിറ്റലുകൾ, അതുപോലെ തന്നെ എല്ലാവിധ സ്ഥാപനങ്ങളിലും അതുപോലെ നമ്മുടെ വീടുകൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് സ്പ്രിംഗ് വേയുടെ ഗാർഡൻ സെറ്റ് ചെയ്യുന്നതിലൂടെ എന്താ ചെയ്യാം, നമുക്ക് ചെറിയ രീതിയിലുള്ള വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. രണ്ടാമത്തെയാണ് സ്പ്രിംഗ് വേയുടെ വെജിറ്റബിൾ ഗാർഡൻ മീൻസ് നമുക്ക് എല്ലാവിധ വെജിറ്റബിളുടെയും വിത്തുകളാണ് സ്പ്രിംഗ് വേ നൽകുന്നത്. ഈ വിത്തുകൾ എന്ത് ചെയ്യുക, നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാം, നമുക്ക് അവിടെ ഒരു വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. അതുപോലെ അതിൻ്റെ ബലങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, സ്പ്രിംഗ് വേയിലൂടെ തന്നെ നമുക്ക് സ്പ്രിംഗ് വേക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് വരുമാനം ഏൺ ചെയ്യാൻ പറ്റും. അങ്ങനെ ആ രീതിയിൽ എന്ത് ചെയ്യാം, വെജിറ്റബിളിലൂടെ നമുക്ക് വരുമാനം നേടാം. പിന്നെ മൂന്നാമത്തെയാണ് സ്പ്രിംഗ് വേ ആഡോംസ് എന്ന് പറയുന്ന കമ്പനി.
ഈ ഒരു കമ്പനി തികച്ചും അഡ്വർടൈസ്മെൻറ്റ് പരസ്യങ്ങളുടെ ഒരു ഏജൻസിയാണ്. നമ്മുടെ നാട്ടിലുള്ള ഷോപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും പരസ്യങ്ങൾ അവർ കളക്ട് ചെയ്യുകയും ഇത് നമുക്ക് സ്റ്റാറ്റസ് വെക്കാൻ, അതായത് സ്പ്രിംഗ് വേയിലുള്ള ഓരോ മെമ്പേഴ്സ് സ്റ്റാറ്റസ് വെക്കാനായിട്ട് തരികയും ഇത് സ്റ്റാറ്റസ് വെക്കുന്നതിലൂടെ നമുക്കവിടെ ഒരു ചെറിയൊരു വരുമാനം ഏൺ ചെയ്യാൻ സാധിക്കും. ഇനി നെക്സ്റ്റ് സ്പ്രിംഗ് വേയുടെ ജനറൽ സർവീസാണ്. ഇന്ന് നമ്മൾ ഫോൺ റീചാർജ് ചെയ്യാത്ത ആരുമില്ല. സ്പ്രിംഗ് വേയിലൂടെ എന്ത് ചെയ്യാം, നമുക്ക് ഫോൺ റീചാർജ് ചെയ്യാം. അതുപോലെ തന്നെ കറണ്ട് ബില്ല്, അതുപോലെ വാട്ടർ ബില്ല്, അതുപോലെ ഡിഷ് ടി വി റീചാർജിങ്, ഫ്ലൈറ്റ്, ട്രെയിൻ ടിക്കറ്റുകൾ, ബസ് ടിക്കറ്റ്, അതുപോലെയുള്ള ടിക്കറ്റ് ബുക്കിങ്ങുകൾ. ഇതിലുപരി നമുക്കിവിടെ ടൂർ പാക്കേജ് കൊണ്ടുവരുന്നത്. അങ്ങനെ ടൂർ പാക്കേജ് അങ്ങനെ എന്തൊക്കെയൊക്കെ ആക്ടിവിറ്റീസ് നമ്മൾ മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്താണ് നമുക്ക് സ്പ്രിംഗ് വേ ജനറൽ സർവീസിലൂടെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും. ഈ 4 പ്രോജക്റ്റുകൾ സ്പ്രിംഗ് വേ ഏകദേശം ഡിസംബർ മാസത്തോടു കൂടി ഈ 4 പ്രോജക്റ്റുകൾ ലൈവിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഈ 4 പ്രോജക്റ്റുകളുടെ എന്ത് ചെയ്യാം, നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 1500 വരുമാനത്തിലേക്ക് എത്തിക്കാം. 2027-28 ആ ഒരു വർഷത്തേക്ക് സ്പ്രിംഗ് വേ പ്ലാൻ ചെയ്തേക്കുന്ന പ്ലാനാണ് സ്പ്രിംഗ് വേ മാൾ എന്നുള്ളൊരു കൺസെപ്റ്റ്. ഇതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഒരു കാർഡ് കാണും, സ്പ്രിംഗ് വേ മാളിൻ്റെ കാർഡ് കാണും. ആ സ്പ്രിംഗ് വേ കാർഡ് ഉപയോഗിച്ച് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പ്രോഫിറ്റ് കിട്ടുകയും അത് മാത്രമല്ല സ്പ്രിംഗ് വേ മാളിൽ നടക്കുന്ന ബിസിനസ്സിൻ്റെ പ്രോഫിറ്റിൽ എന്ത് ചെയ്യുന്നു, നമ്മുടെ സ്പ്രിംഗ് വേയിലുള്ള എല്ലാ മെമ്പേഴ്സും ഡെയിലി പ്രോഫിറ്റിൽ നല്ല രീതിയിലുള്ളൊരു വർധനവ് കിട്ടുകയും അവിടെ നല്ല രീതിയിലുള്ള ഇൻകം ജനറേറ്റും ചെയ്യും. അതായത് സ്പ്രിംഗ് വേയുടെ എല്ലാ പ്രോജക്റ്റുകളും ലൈവിലേക്ക് വരുന്നതനുസരിച്ച് നമ്മുടെ ഡെയിലി പ്രോഫിറ്റിലായാലും ബാക്കിയുള്ള കാര്യങ്ങളിലായാലും എന്ത് ചെയ്യും, നല്ല രീതിയിലുള്ള ഇൻകം എന്ത് ചെയ്യും അവിടെ ജനറേറ്റ് ചെയ്യുന്നത്. ഇതാണ് സ്പ്രിംഗ് വേയുടെ കൺസെപ്റ്റ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നിലവിൽ എന്ത് ചെയ്യുന്നത് സ്പ്രിംഗ് വേ നിലവിൽ നമ്മളോട് അതായത് സ്പ്രിംഗ് വേ എന്ന് കൊടുക്കുന്ന കാര്യങ്ങളാണ് ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ. ഇന്ന് നമ്മൾ മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, സ്പ്രിംഗ് വേ കമ്പനിയുടെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഇവിടെ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെർ മന്ത് 30,000 സാലറിയും അതുപോലെ തന്നെ ഒരു 9,600 രൂപ ഇൻസെൻറ്റീവുമാണ് കിട്ടുന്നത്. ഇവിടെ നമ്മളിപ്പോൾ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു, ആ ടീം നമ്മുടെ കൂടെ വന്ന എല്ലാ മെമ്പേഴ്സും അവർക്ക് വേണ്ടി സ്വന്തമായ ഒരു ടീമിനെ ഡെവലപ്പ് ചെയ്തു വിചാരിക്കുക. അങ്ങനെ എത്ര തന്നെ ഡെവലപ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വരുമാനം 30,000 പെർ മന്ത് സാലറി, 9,600 രൂപ ഇൻസെൻറ്റീവ് ആയിരിക്കും. അതാണ് സ്പ്രിംഗ് വേയുടെ ഏറ്റവും വലിയ പ്രത്യേകത. അല്ലാതെ ഇവിടെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും തന്നെ ആർക്കും എന്ത് ചെയ്യില്ല, വാഗ്ദാനം ചെയ്യുന്നതുമില്ല, കൊടുക്കുന്നതുമില്ല. ഇതാണ് കമ്പനിയുടെ പ്രത്യേകത. അത് മാത്രമല്ല കമ്പനിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ വന്നിട്ടുള്ള എല്ലാ മെമ്പേഴ്സിനും എന്ത് വേണം, ഏറ്റവും കുറഞ്ഞ 1,500